ഗുഡ് മോർണിംഗ് മിതേഴ്സ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ്. യാത്രയല്ല, ഇന്ന് എന്താണ് പരിപാടി? ഇന്ന് മിത്തുക്കുട്ടിയുടെ പ്രോഗ്രാമാണ്, കോമ്പറ്റീഷനാണ്. അപ്പം അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ. മലയാളോത്സവം അത് എല്ലാ വർഷവും നടക്കുന്നതാണ്. ഞാൻ മിക്ക വർഷം വ്ളോഗും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അതായത് എല്ലാ വർഷവും നമ്മുടെ മലയാളി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മലയാളത്തിലെ, നാട്ടിലെ, കേരളത്തിലെ കുറച്ച് കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സ്കൂളിൽ, മിത്തുൻ്റെ ഒന്നും സ്കൂളിൽ ഇങ്ങനത്തെ ഒരു പരിപാടികളും കാര്യങ്ങളും ഇല്ല. പാട്ട്, ഡാൻസ് ഇങ്ങനത്തെ ഒന്നുമില്ല. ഒക്കെ വേറെ ടൈപ്പ് ഓഫ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇവരെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മലയാളോത്സവം കേട്ടോ. അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അല്ലേ. യെസ്, ഇത് ഫസ്റ്റ് സോണാണ്, നവി മുംബൈ സോണ്. ഇതിന്ന് നമ്മൾ സെലക്ട് ആയാൽ അടുത്ത ഫുൾ മുംബൈ സോണിലേക്ക് പോകും. അങ്ങനെയാണ് എല്ലാ വർഷവും ഉണ്ടാവാറ്. മിത്തോസ് ഓൾ സെറ്റ്? മിത്തുക്കുട്ടി എല്ലാത്തിനും പ്രിപ്പയർ ആയി. മിത്തുക്കുട്ടി എല്ലാ വർഷത്തെയും പോലെ മോണാക്ട്, ഇപ്രാവശ്യം കവിതാ പാരായണത്തിനുണ്ട്, പിന്നെ ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ, മലയാളം ഹാൻഡ് റൈറ്റിംഗ്, എല്ലാം മലയാളമാണ്. അപ്പോൾ ആ 3 മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിത്തുപ്രാവശ്യം ഈ 3 പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ നമ്മൾ ഇതിന് വേണ്ടി പോവുകയാണ്. അതാണ് ഇന്നത്തെ ഇപ്പോൾ ഒരു പരിപാടി എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്രാവശ്യത്തെ നവി മുംബൈ സോൺ മലയാളോത്സവം നടക്കുന്നത് വാശിയിൽ വെച്ചിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അവിടെ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഇതാ ഒരു സ്കൂളും കോളേജിലും അവിടെയൊക്കെ വെച്ചിട്ടാണ് നടക്കുക. അപ്പം നമ്മളെത്തി മിത്തുക്കുട്ടി ഡ്രസ്സ് ശരിയാക്കണം. ആർക്കെങ്കിലും ഈ കണ്ണാടിയുടെ മുന്നിലെ ഡ്രസ്സ് നേരെയാക്കണ സ്വഭാവമുണ്ട്. എനിക്ക് പണ്ട് എപ്പോഴും ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല മിത്തുക്കുട്ടിയെങ്കിലും ചെയ്യുമ്പോൾ കേട്ടോ. അത് ഞങ്ങളിതാ ഒരു ജൂനിയർ കോളേജിൽ വെച്ചിട്ടായിരുന്നു നടക്കുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണല്ലോ, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ആയിരിക്കും. കാരണം പല വേദികളും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. അവിടെ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഇതാണ് വേദി 5-1. മെയിൻ വേദി എപ്പോഴും വേദി 1 താഴെ ആയിരിക്കും. കാരണം അതാണ് കൂടുതൽ ഓഡിയൻസും കൂടുതലൊക്കെ ഉണ്ടാവുക. അപ്പോൾ രജിസ്ട്രേഷൻ്റെ മിത്തുക്കുട്ടിയുടെ ചെസ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടി. ഉദ്ഘാടനം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷമാണ് ഓരോരോ വേദികളിലായിട്ട് വിടുക. ഇത് ഓരോ ക്ലാസ് റൂം, ഗ്രീൻ റൂം ഉണ്ട്, ക്ലാസ് റൂംസ് ഉണ്ട്. അപ്പം മിത്തു വേദി 3, 4, 5 അങ്ങനെ 3 സ്ഥലത്തായിട്ടാണ് 3 നടക്കുന്നുണ്ടായിരുന്നത്. പല ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. 10 വയസ്സ് വരെ ഒരു ഗ്രൂപ്പ്, 11 മുതൽ 15 വയസ്സ് വരെ രണ്ടാമത്തെ ഗ്രൂപ്പ്, പിന്നെ 25 വയസ്സ് വരെ മൂന്നാമത്തെ ഗ്രൂപ്പ്, 35 വയസ്സ് വരെ നാലാമത്തെ ഗ്രൂപ്പ്, 35+ 70 വയസ്സ് വരെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കവിതാ പാരായണമായിരുന്നു. എൻ്റെ ഭാഷ എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത്. ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ. മിത്തുക്കുട്ടിയുടെ ഫസ്റ്റ് ട്രയൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഏറ്റവും എളുപ്പമുള്ള ഒരു സംഭവമാണ് എടുത്തു കൊടുത്തത്. കാരണം ഒന്നാമത് അവൾക്ക് മലയാളം ഉച്ചാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അവിടെയുള്ള കുട്ടികളുടെ പാട്ടുകൾ, കവിത കേട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടോ. അങ്ങനെ മിത്തുക്കുട്ടിയുടെ കവിതാ പാരായണം കഴിഞ്ഞു. ഹാൻഡ് റൈറ്റിങ്ങിന് കൊണ്ടിരുത്തിക്കുകയാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ താഴെ പോയിട്ട് ഡാൻസ് ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടം. മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഹാൻഡ് റൈറ്റിങ്ങിന് ഒരു 15 മിനിറ്റ് എടുക്കും. അത് കഴിയുമ്പോഴേക്കും പിന്നെ അവിടെ തുടങ്ങും കേട്ടോ. ഡാൻസ് ഐറ്റത്തിൽ ഫോക്ക് ഡാൻസ്, മോഹിനിയാട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ കേരളത്തിൻ്റെ അല്ലല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഒരു മലയാളോത്സവത്തിൻ്റെ പ്രത്യേകത. വേറെയുള്ള ഐറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് ആതിരയുടെ മോളും കൂടെ ഡാൻസിന് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവൾ ഡാൻസ് പഠിക്കുന്നുണ്ട്, അവൾ ഫോക്ക് ഡാൻസിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വന്നതാ ഞാൻ.
അപ്പോൾ ഇതായിരുന്നു മിത്തുക്കുട്ടിയുടെ മോണാക്റ്റിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് ഫുള്ള് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ക്ലാസ് റൂമിലായിരുന്നു, ഫുൾ വേദിയായിരുന്നില്ല, അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ഫുൾ എടുക്കാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ മിത്തു നന്നായിട്ട് തന്നെ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തു കേട്ടോ. മലയാളം ഇത്രയും കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. അതായത് നമ്മളെ വീട്ടിൽ സംസാരിക്കുന്ന പോലെയല്ലല്ലോ ഇങ്ങനത്തെയൊക്കെ സംസാരിക്കും. പക്ഷേ ഞാൻ എല്ലാ കൊല്ലം ഇതിന് ചേർക്കും, കാരണം അങ്ങനെയെങ്കിലും നമ്മൾ ആ ഒരു നാടിൻ്റെ ഒരു ഇതുമായിട്ട് ഇതാക്കി ബന്ധപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നല്ല അടിപൊളി സദ്യയോട് കൂടിയിട്ടുള്ള നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. ഫുൾ പ്രോഗ്രാംസ് കാണാനോ അല്ലെങ്കിൽ ഫുൾ റിസൾട്ട് അറിയാനൊക്കെ ഒരുപാട് ലേറ്റ് ആവും. അങ്ങനെ ദേ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം 2 മണി. അവിടെ നിന്നൊരു വൈകുന്നേരം 5 മണി 6 മണി വരെയൊക്കെയുള്ള അത്രയും ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് ഗ്രൂപ്പ് ഡാൻസിനൊക്കെ പോയിരുന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ എത്തിയിരുന്നു. ഗ്രൂപ്പ് ഡാൻസ് ഒന്നും അവിടെ തുടങ്ങിയിട്ടില്ല. ശരിക്കും അതിനൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറേ നേരമൊക്കെ നിന്ന് നല്ല രസമാണ്. അവിടെ ഡാൻസിൻ്റെ ഒരുപാടുണ്ട്. അപ്പം മിത്തുക്കുട്ടരെല്ലാം വേഗം കഴിഞ്ഞു. കവിതാ പാരായണം, പിന്നെ ഹാൻഡ് റൈറ്റിങ്, മോണാക്റ്റ് ഒക്കെ കഴിഞ്ഞു. റിസൾട്ട് ഈവനിങ്ങിലാവും, മൊബൈലിൽ വരുമായിരിക്കും. അങ്ങനെയാണ്, നമ്മൾ അതിനൊന്നും കാത്തിക്കുന്നില്ല. ഒരുപാട് നേരമായി. നല്ല ഫുഡ് അല്ലേ, നല്ല പായസമായിരുന്നു, അടിപൊളി പായസം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കവിതാ പാരായണം ഇതൊരു ഫസ്റ്റ് ട്രയലാണ്. കയ്യെഴുത്ത് മത്സരം ഫസ്റ്റ് ട്രയലാണ്. മലയാളം എഴുതാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കവിതാ പാരായണം എങ്ങനെ ഉണ്ടായിരുന്നു മിത്തോ? അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള എൻ്റെ ഭാഷയാണ് ഞാൻ എടുത്തുകൊടുത്ത്. അവിടെയൊക്കെ കുട്ടികൾ ഭയങ്കര കട്ടിയായിട്ടുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രയൽ നോക്കിയതാണ് കേട്ടോ. പക്ഷെ എന്തായാലും രസമല്ലേ. അതും ഭയങ്കര അത്ഭുതമായത് എന്താ വെച്ചാൽ ഇവിടെയുള്ള കുട്ടികൾക്ക് മലയാളം അതങ്ങനെ പഠിക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഉച്ചാരണമൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല നല്ല കവിതകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇനിയിപ്പോൾ അടുത്ത വർഷം 10th ആയതുകൊണ്ട് പ്രിലിംസ് നടക്കുന്ന ടൈം ആയതുകൊണ്ട് ഇതിനൊക്കെ പങ്കെടുക്കാനുള്ള ടൈം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നോക്കാം. ഇതെല്ലാ വർഷവും ചെയ്യണതാണ്. ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും അതെ എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല പെർഫോമൻസ്. പിന്നെ കുറെ കുട്ടികളും ഉണ്ട് കേട്ടോ. എത്ര കുട്ടികളെ കയ്യെഴുത്ത് മത്സരത്തിന്, പിന്നെ ഇതിനൊക്കെ അതെ കവിതാ പാരായണത്തിനൊക്കെ എത്ര കുട്ടികളറിയോ. ഓരോ ഗ്രൂപ്പാണ്, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ്, ഡി ഗ്രൂപ്പ്, ഇ ഗ്രൂപ്പ്, അങ്ങനെ ഉണ്ട്. അതായത് നമുക്കും പങ്കെടുക്കാം. ഈ ഗ്രൂപ്പാണ് നമ്മൾ 35+ ഒക്കെ. അപ്പം ഞാൻ രംഷേട്ടനോട് പറയായിരുന്നു, രംഷേട്ടന് ശരിക്കും എന്താ പറയുക ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ പങ്കെടുക്കായിരുന്നു. ഈ ഗ്രൂപ്പിനും അതുണ്ടേ. രംഷേട്ടൻ പങ്കെടുത്ത് ഉറപ്പായിട്ട് ഫസ്റ്റ് രംഷേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാണ്. അതാണ് ഞാൻ പങ്കെടുക്കാത്തത്. ഈടാ അല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് രംഷേട്ടൻ ശരിക്കും എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. അല്ലെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു രംഷേട്ടൻ്റെ പേരിൽ. അടുത്തൊല്ലം ഞാൻ ചെയ്യും, അടുത്തൊല്ലം ഞാൻ എന്തായാലും ചെയ്യും. കാരണം ഹാൻഡ് റൈറ്റിംഗ് ഒരു രക്ഷയില്ല, ഫസ്റ്റ് ഉറപ്പാണ്. പിന്നെ പ്രസംഗം, പണ്ട് പ്രസംഗത്തിന് അല്ലേ, പണ്ട് സ്കൂളിലെ പ്രസംഗ മത്സരത്തിനൊക്കെ പ്രൈസ് അടിച്ചിരുന്ന ആളാണ്. അപ്പം പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കാം. പിന്നെ ഡ്രോയിങ്ങിന്, ഇങ്ങനത്തെ ഒക്കെ കഴിവുള്ള ആൾക്കാർക്ക്. എനിക്കാണെങ്കിൽ ഡാൻസ് മാത്രമേ ഉള്ളൂ, പ്രസംഗം എനിക്ക് ഓക്കെ കേട്ടോ. മോണാക്റ്റും എനിക്ക് കുഴപ്പമില്ല. അത് ഞാൻ എപ്പോഴും വാങ്ങാറുള്ള കാര്യമാണ്. പക്ഷെ ഡാൻസൊക്കെ എന്താ വെച്ചാൽ പിന്നെ പഠിച്ച് അതിനായിട്ട് ഭയങ്കര ഒരുങ്ങിക്കെട്ടി നടക്കണ്ടേ എന്നുള്ളൊരിതുകൊണ്ട് ഞാൻ ചേർന്നില്ല. ഫോക്ക് ഡാൻസും മോഹിനിയായിട്ടും മാത്രമേ ഉള്ളൂ, കാരണം മലയാളം ഇതായതുകൊണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡാൻസിന് ആരും ഇല്ലതാനും. അങ്ങനെ അടുത്തുള്ള ഞാൻ രംഷേട്ടനിടും, ഹാൻഡ് റൈറ്റിങ്ങിനിടും, പ്രസംഗ മത്സരത്തിനിടും, പിന്നെ ഇതിനിടണ്ടേ ക്വിസിനിടും, പിന്നെ എന്തിനാ ഡ്രോയിങ് ഇത്രയും ഞാനിടും. നോക്കട്ടെ, രംഷേട്ടന് എന്തായാലും കിട്ടും. അതെ, ഇത് നല്ല രസമല്ലേ. അപ്പോൾ അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇപ്പം നമ്മളിത് ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി വീട്ടിലേക്ക് പോവാണ്. ഇനി ബാക്കി എന്താ, ഈവനിങ് ഇന്ന് സൺഡേ അല്ലേ, കളയാൻ തോന്നുന്നില്ല അങ്ങോട്ട്. അപ്പം ഇന്നിപ്പോൾ തന്നെ എന്തിനെങ്കിലും സമ്മാനം അടിച്ചാൽ അടുത്ത ആഴ്ചയാണ്, അടുത്ത ഞായറാഴ്ചയാണ് ചേമ്പൂര് വെച്ചിട്ട് ഇതിൻ്റെ ഫൈനൽ. അതായത് ഇപ്പം നവി മുംബൈയിലുള്ള ഫുൾ മലയാളം, അതായത് കുറേ സ്ഥലം നവി മുംബൈയിൽ. ഇനി ഫുൾ മുംബൈ, അത് ഭയങ്കര വലിയ സംഭവമാണ്. ഫുൾ മുംബൈ എന്ന് പറയുമ്പോൾ രാവിലെ തുടങ്ങിയ പാതിരാത്രി 1 മണി 2 മണിക്കൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഒരു കലോത്സവം പോലെയാണ്. യെസ്, അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അതിന് മുന്നേ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ ഒരു ഡ്രസ്സ് നല്ലതായിട്ട് ശ്രദ്ധിക്കാൻ ചാൻസ് ഉണ്ട് ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് അടിപൊളി ഡ്രസ്സുകൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതും കൂടെ കാണിച്ച് തന്നിട്ട് ഇങ്ങോട്ട് കിടന്നുറങ്ങാമെന്ന് പോകാമെന്ന് വിചാരിച്ചത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല ഡ്രസ്സല്ലേ, ഒരു മൾട്ടി പ്രിൻ്റൊക്കെ ആയിട്ട് നല്ല കളറ്, നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ ഡ്രസ്സ്. പാൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പും ഉണ്ട്. പിന്നെ അതാ സ്ലീവ്സിൻ്റെ അവിടെ ചെറിയ ഒരു ഉണ്ട പോലെ ഉണ്ട്. വളരെ സിമ്പിളാണ്, ഡെയിലി വെയറിന് അങ്ങനെയുള്ള ഇഷ്ടമുള്ളവർക്ക്, ഒരു എലഗൻറ്റ് ഒരു ക്ലാസ്സിലൊക്കെ ഒരു ടീച്ചർമാരുടെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഇതിലുള്ളതാണ്. അടുത്തത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു എ ലൈൻ, ഒരു ഫ്രോക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു 1 പീസ് ഡ്രസ്സാണ്.
നല്ല ഭംഗിയുണ്ട്. ഒരു സിൽക്ക് പോലെയൊക്കെ നമുക്ക് തോന്നും. ഇതിന്റെ തുണി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതല്ല അങ്ങനെ ഇടണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു പാന്റ് ലെഗിൻസ് ഇട്ടിട്ട് പെയർ ചെയ്യാമെന്ന് പറയാം. നമുക്ക് കുർത്ത പോലെ ഇടാം. അത്യാവശ്യം ഒരു ബ്രഞ്ചിന് പോകുമ്പോഴോ ഒരു ഡിന്നർ ഡേറ്റിനൊക്കെ പോകുമ്പോഴോ ഒക്കെ ഇടാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തത് ഞാൻ ബാറ്റയുടെ ഒരു ചെരുപ്പ് വാങ്ങിച്ചു. നല്ല കളർ. ആക്ച്വലി ഇതിന്റെ ബ്ലാക്ക് മിത്തുകുട്ടിക്കുണ്ട്. അത് ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. അപ്പൊ ഇത്ര കാലമായി, ഒരു 2 കൊല്ലം എന്തായാലും ആയിട്ടില്ല. ഇങ്ങനെ ഡെയിലി വെയറിനോ അല്ലെങ്കിൽ ഈ റെഡ് കളർ ഞാനൊരു ചെറിയ പാർട്ടി വെയർ ഒക്കെ വേണമെങ്കിൽ കുഞ്ഞു ഹീൽസ് മെഷർമെന്റ് എടുത്തിട്ട് ഞാൻ എപ്പോഴും പറയാറില്ല, ആ ഒരു ടേപ്പ് വെച്ച് മെഷർമെന്റ് എടുത്താൽ UK 6 UK 7 എനിക്ക് എപ്പോഴും UK 7 ആണ് എന്തായാലും ഉണ്ടാവുക, അല്ലെങ്കിൽ 6 അതാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവുക. അടുത്ത് ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചിക്കൻ കാരി കുർത്തി. ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്കറിയാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിക്കൻ. കഴുകി ഒരു വിധം അയച്ചാലും ഇതിനൊരു കേടുമില്ല. നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം ആ ഒരു റേഞ്ച് ഒരു 1000 എബവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. വൈറ്റ് ചിക്കൻ കാരി കുർത്തി എപ്പോഴും ഭയങ്കര എലഗന്റ് ലുക്ക് തരുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ സ്ലീവ്സിന്റെ അവിടെയുണ്ട്. പിന്നെ സാധാരണ ചിക്കൻ കാരി കുർത്തി, എല്ലാ ചിക്കൻ കാരി കുർത്തി ഒറിജിനൽ ആവണമെന്നില്ല. അതുകൊണ്ട് ഒറിജിനലിന് എപ്പോഴും സാധാരണത്തെക്കാളും കുറച്ച് വില കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനത്തെയാണ് കേട്ടോ. ഇതും നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്, കണ്ടിട്ടുണ്ടാവും. ഇതൊരു എന്താണ് പോച്ചാമ്പള്ളി വർക്ക് പറയുന്ന പോലെ ഒരു ഗ്രീൻ കളറിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പോച്ചാമ്പള്ളി വർക്ക്. ഇതിന് സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ സ്ലീവ്സിൻ്റെ അവിടെ ചെറിയ വർക്ക്. ഇത് വിത്ത് പാൻറ്റാണ് കേട്ടോ. പാൻറ്റിൻ്റെ അവിടെയും ചെറിയൊരു സ്ലീവ്സും പാൻറ്റിൻ്റെ അവിടെയും ചെറിയൊരു വർക്കും കാര്യങ്ങളും ഫുൾ ഇത് തന്നെയാണ് വർക്ക് വരുന്നത്. ഇതിട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സ്ലിം ഫീൽ ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഉറങ്ങി തൂങ്ങി വീഴാറായി. അതാണ് എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ ഇനി പോയിട്ട് ഉറങ്ങട്ടെ. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നല്ലൊരു ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതാണ് കൂട്ടുവായ ഇട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞ് എന്താ പറയുക, നല്ല ക്ഷീണം അറിയില്ലേ. അപ്പോൾ ഏകദേശം സന്ധ്യയായി തുടങ്ങി. അപ്പോൾ നമ്മളിനി എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, അപ്പോഴാണ് ഒരു ബുക്ക് കിട്ടിയത്. ഇത് രംഷേട്ടൻ ഓർഡർ ചെയ്ത ബുക്കാണ്. എന്താണ്? സർക്കസും കൂടാരവും അല്ലേ? എന്താണ് അത്? അത് പറയാ, പണ്ട് സർക്കസും പോരാട്ടവും അത് രണ്ടും രണ്ട് കഥയാണ്. ഒന്ന് സർക്കസ്, ഒന്ന് പോരാട്ടം. ഇത് ഈ ബുക്ക് അത് ഒന്നിച്ച് സെക്കൻഡ് മലയാളത്തിന് ഉണ്ടായിരുന്നതാണ്. അത് രണ്ടും കൂടി ഒന്നിച്ചൊരു ബുക്കിൽ വന്നായിരുന്നു. ഇത് സർക്കസ്, ഇത് വെറും സർക്കസ് മാത്രമേ. ആ കഥ തന്നെ. വി മാധവൻ നായർ, മാലി എന്നാ പറയാ അവര്. വി മാധവൻ നായർ പഠിച്ചിട്ടില്ല. ഓഫ്, ഇതിലിപ്പോ ഒരുപാട് പേര് അറിയുണ്ടാവും സർക്കസും പോരാട്ടവും. ആ ബുക്ക് വായിച്ചവർക്ക് ഒരിക്കലും സർക്കസ് എന്നുള്ളത് മനസ്സൊന്നും ഒരിക്കലും ആയില്ല. ഇത് എന്താ പറയാ, രംഷേട്ടൻ മിത്തുകുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ സർക്കസ് നടക്കുന്നുണ്ട് കുറെ ദിവസമായി. അപ്പൊ രംഷേട്ടൻ ചൈന പോയ സമയത്ത് തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പപ്പ വന്നിട്ട് കാണാൻ ഇപ്പൊ ഓൾമോസ്റ്റ് 1-2 മാസം ആവാറായി തോന്നുന്നു. അപ്പോൾ രംഷേട്ടൻ ഇങ്ങനെ പറഞ്ഞു സർക്കസിന്റെ പറ്റിയിട്ട് ഒരു ബുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മിത്തുകുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് വന്ന ബുക്കാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ മിത്തൊരു ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കിയില്ലായിരുന്നു. അതെവിടെ പോയി. അപ്പൊ ഇന്ന് ഇതിങ്ങനെ വന്നപ്പോ ഇങ്ങനെ വിചാരിച്ചു ആ സർക്കസിന് പോവാം. അപ്പോഴാണ് പിന്നെ ഓർമ്മ, കുറെ കാലമായി വന്നിട്ട് അപ്പോഴാണ് പിന്നെ ഓർമ്മ. പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പ വന്നിട്ട് സർക്കസിന് പോവാന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ ഇപ്പൊ ഈ ഒരു ബുക്കും കൂടെ കണ്ടപ്പോ വിചാരിച്ചു സർക്കസിന് ഒന്ന് പോവാം. കാരണം ഇവിടെ സർക്കസ് കളിക്കുന്നുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് ഇങ്ങനെ പോയിരുന്നു. പണ്ട് നമുക്കല്ലേ ജംബോ സർക്കസോ ഏതൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇതിലുള്ള സർക്കസും ഇപ്പത്തെ സർക്കസും വ്യത്യാസമുണ്ട്. പണ്ട് എന്താ വെച്ചാൽ മൃഗങ്ങൾ ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ പോയതിലൊക്കെ മൃഗങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. മിത്തു ചെറിയ കുട്ടിയാകുമ്പോ നമ്മളൊന്ന് പോയിട്ട് ചെറുത് ഒരു ന്യൂക്ലിയർ സർക്കസ്, അതില് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കാണുമ്പോ അത്യാവശ്യം. പക്ഷെ ഇപ്പൊ മൃഗങ്ങൾ പാടില്ല. അപ്പൊ പക്ഷെ ഇത് കാണുമ്പോ ഭയങ്കര വലിയ സർക്കസ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ മൃഗങ്ങൾ പാടില്ല. പക്ഷെ എന്നാലും മിത്തുവിന് ഓർമ്മയില്ല. മിത്തു 3 വയസ്സായിട്ട് കണ്ടത്. അപ്പൊ എന്താണ് എന്നുള്ള ഒരു ഐഡിയ. ചിമ്പൊക്കെ വേണം. ചിമ്പ അതാരറിയോ? ആ ബുക്കിലുള്ള ഒരു ക്യാരക്ടറാണ്. അതിലാണ് കോമൺ മാസ്റ്ററും കേരളൻ മാനേജറും ചിമ്പയുടെ നേതൃത്വത്തില് കടുവ, ആന. നല്ല രസം. എന്ത് രസമായിരുന്നു. അത് ഇംഗ്ലീഷ് വേർഷനാണ്. ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഒന്ന് സർക്കസ് പോയി കാണാം. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു എക്സിബിഷനും നടക്കുന്നുണ്ട്. ആ എക്സിബിഷൻ എനിക്ക് ഒരു ദിവസം പോകണം. കാരണം അത് ഭയങ്കര എന്തൊക്കെയോ സാരിയൊക്കെ കാണാനുണ്ട്. പക്ഷെ അതിനൊരു സമയം കിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് റിസൾട്ട് വരിക, രാത്രിയാവോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പോയിട്ട് പല ഷോസ് ഉണ്ട്. 3-4 ഷോകളുണ്ട് തോന്നുന്നു. രാവിലെ 10 മണി മുതൽക്ക് തുടങ്ങും തോന്നുന്നു അല്ലേ ഈ സർക്കസിന്റെ അവിടെ. ഇങ്ങനെ എഴുതി വെച്ച് കണ്ടു.
പണ്ട് നമ്മള് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലേ സർക്കസ് പിന്നെ എല്ലാം. ഇപ്പൊ അങ്ങനെ ഇല്ല തോന്നുന്നു അല്ലെ? ഇപ്പൊ എല്ലാ നാട്ടിലും ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഞങ്ങൾ ഇതൊന്ന് കാണുന്നത്. അതിന്റെ ചാമൊക്കെ നഷ്ടായി. പണ്ട് ഗ്രേറ്റ് ഇന്ത്യ സർക്കസ്, ബോംബെ സർക്കസ്, ജെമിനി സർക്കസ്, ജെമിനി സർക്കസ് അവരൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള ഗ്രൂപ്പായിരുന്നു പണ്ടത്തെ. ഇപ്പൊ അങ്ങനെ ഇല്ല. ഒന്നാമത് മൃഗങ്ങൾ പാടില്ല. അപ്പൊ പിന്നെ അതിന്റെ മെയിൻ അട്രാക്ഷൻ മൃഗങ്ങളല്ലേ, മൃഗങ്ങൾ പോയി. പിന്നെ ഇപ്പൊ ഈ സർക്കസ് കളിക്കാരും അവരൊക്കെ തന്നെ. പക്ഷെ ഇപ്പൊ അതിനോടൊക്കെ ഇൻട്രസ്റ്റ് കുറഞ്ഞില്ലേ ആ ഫീൽഡൊക്കെ. മരണക്കിണറൊക്കെ ഉണ്ടാവും പണ്ടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. മരക്കിണർ, കാറും ജീപ്പും ബൈക്കൊക്കെ ഇങ്ങനെ മറിഞ്ഞിട്ടും പോയിട്ടൊക്കെ. സർക്കസിനാണോ പോകേണ്ടത്, സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാനാണോ തോന്നേണ്ടത് എനിക്ക് അറിയുന്നില്ല. എന്തായാലും ഒന്ന് പോയേക്കാം. അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടെ ഈവനിങ് ആയപ്പോൾ സർക്കസ് കാണാൻ പോവാണ്. അതേ നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം. ഗ്രേറ്റ് ഗോൾഡൻ സർക്കസ്, എനിക്കിതിൻ്റെ പേര് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് കാണാൻ, മിത്തക്കുട്ടീനെ ഒന്ന് കാണിക്കാൻ ഞങ്ങളും കുറേ കാലമായി കണ്ടിട്ട്. ഒരു രസമല്ലേ, ഇപ്പം നല്ല തണുപ്പ് കാലം ആയതുകൊണ്ട് ഈവനിങ് ഒക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ പോയിരിക്കാൻ. അവിടെ കുറേ ഗെയിംസും പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല, ചുമ്മാ അതൊക്കെ കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല ജിങ് ജാങ് സംഭവമൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പല റേറ്റാണ്. 700 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്, 200 നോർമൽ, അങ്ങനെയുള്ള പല റേറ്റിൻ്റെ. അപ്പോൾ രംഷേട്ടൻ ഇത് തുടങ്ങുന്നതിൻ്റെ മുന്നേ മിത്തുക്കുട്ടിക്ക് ഈ സർക്കസും പോരാട്ടത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ, വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, എന്താ സർക്കസ് എന്നൊക്കെ. അപ്പോൾ എത്ര പേർക്ക് ഈ സർക്കസ് കണ്ട അനുഭവം ഉണ്ട് എന്നൊന്ന് പറയണം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ആസ്വദിക്കുന്നേക്കാളും കൂടുതൽ ടെൻഷനാണ് കേട്ടോ. നോക്കിക്കേ, ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല, അത് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അവർ നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഭയങ്കര ഭംഗിയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ മുഴുവൻ ഈശ്വര കുഴപ്പമൊന്നും ഉണ്ടാവരുതേ എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഒരു സമാധാനക്കേടായിരുന്നു. മിത്തുക്കുട്ടി പിന്നെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു, നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഡാൻസും കുറച്ചിങ്ങനെ ഡാൻസ്, ഇങ്ങനത്തെ വലിയ വലിയ അഭ്യാസങ്ങൾ, പിന്നെ ജോക്കർമാരുടെ കുറേ പരിപാടി, കുട്ടികളെ ഇങ്ങനെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. സർക്കസ് മെയിൻ കുട്ടികൾക്ക് തന്നെയാണ് രസമല്ലേ. അപ്പോൾ കുറേ ജോക്കർമാരിങ്ങനെ കുട്ടികളൊക്കെ കളിപ്പിച്ച് അവരൊക്കെ ഇങ്ങനെ ചിരിച്ച് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ സർക്കസിനൊക്കെ പോയി വന്നു. അതേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ സ്വെറ്റർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ പുറത്തു പോകുമ്പോൾ ചില ദിവസം നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യും. രാവിലെയും രാത്രി നല്ല തണുപ്പാണ്. ഉച്ചയ്ക്ക് നല്ല വെയിലായ കാരണം ഈ വീടിൻ്റെ ഉള്ളിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സർക്കസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ മൊബൈലിൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. മിത്തുക്കുട്ടിക്ക് മോണാക്റ്റിന് പ്രൈസ് ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇനി നമ്മളെ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചേമ്പൂര് വെച്ചിട്ടാണ് ഹോൾ മുംബൈ സോണ്. അപ്പോൾ അതിന് വേണ്ടി പോകണം. ബാക്കി കവിതാ പാരായണം പിന്നെ അതില്ല കേട്ടോ, കാരണം ഞാൻ പറഞ്ഞല്ലോ അത് ഓൾറെഡി നമുക്ക് ഇതായിരുന്നു. അവിടുത്തെ ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ കവിതയും ഇതൊക്കെ കണ്ടപ്പോൾ. പക്ഷെ മോണാക്റ്റ് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമാണ് എനിക്ക് മോണാക്റ്റിന് കിട്ടുക പറയുമ്പോൾ. പൊതുവേ മലയാളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ പുറമെ ഇത്രയും ഒരു ഇത് അവൾ തന്നെ സ്വയം പഠിച്ച് എടുത്തതാണ് കേട്ടോ. സ്വയം നമ്മളങ്ങനെ പഠിപ്പിച്ചു കൊടുത്തൊന്നുമില്ല, സംഭവം ഒരു വീഡിയോ കിട്ടി, അത് വെച്ചിട്ട് പഠിച്ചു, അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തായാലും ഭയങ്കര സന്തോഷമായി. ഇപ്പോഴത്തെ ഒരു റെലവൻറ്റ് തീമും കൂടിയാണെന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രൈസ്. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ നമ്മൾക്ക് മുംബൈ സോണിക്ക് പോകാൻ പറ്റിയില്ല, കാരണം ആ സെയിം ഡേ ആണ് അച്ഛനും അമ്മയും കഴിഞ്ഞ പ്രാവശ്യം ഗീതും ജയനൊക്കെ വന്നില്ലേ, ആ ദിവസം നമ്മുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സെയിം ഡേ ആണ് ആ കല്യാണവും വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം മോണാക്റ്റിന് ഫസ്റ്റ് കിട്ടിയിട്ട് പോലും മിത്തുവിന് പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഭയങ്കര വിഷമത്തിലായിരുന്നു, കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതിന് മുന്നത്തെ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത സൺഡേ തന്നെയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ക്രിസ്മസ് വെക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി. ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ പോവുകയാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ആഴ്ച ആയതുകൊണ്ട് നമുക്കത് പോകാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ഹാപ്പി ഡേ. നിങ്ങളും അത്യാവശ്യം എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ബൈ.